പത്തനംതിട്ട ജില്ലയിലെ വയൽപ്പാടങ്ങൾ വേനലവധി എത്തിയതോടെ സജീവമാവുകയാണ്. ഇപ്പോൾ മഡ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുകയാണ് വാഴമുട്ടം പുതുപ്പറമ്പ് യുവതാര ക്ലബ്ബ്. നിരവധി ചെറുപ്പക്കാരാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ടീമുകൾ ഉണ്ടാക്കി ഇവിടേക്ക് എത്തുന്നത്. രാവിലെ മുതൽ തുടങ്ങുന്ന അംഗമാണ്. മഡ് ഫുട്ബോൾ ആകുമ്പോൾ വീറും വാശിയും കൂടും. പന്ത് വാനിലേക്ക് വരുമ്പോൾ ആവേശം ഇരട്ടിപ്പിക്കാനായി കാണികളും ധാരാളം. കാൽപന്ത് കളിയോടുള്ള പ്രണയത്തിന് പ്രായത്തിന്റെ പരിധിയില്ല. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ടീമുകൾ എത്തുന്നുണ്ട്. ചേറിന്റെ മണവുമായാണ് മടങ്ങുന്നത്. ഞങ്ങളുടെ എല്ലാ വർഷവും ഇവിടെ ഉള്ളതാണ്. ഓണപരിപാടിക്കൊക്കെ മഡ് ബോൾ ടൂർണമെന്റ് വെക്കുന്നതാണ്. എല്ലാ വർഷവും ഇവിടെ ഉള്ള ഒരു പരിപാടിയാണ്. പക്ഷേ ഉണക്ക് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കണ്ടെത്തി വെള്ളം കയറുമ്പോൾ നോർമലി ഞങ്ങൾ മഡ് ഫുട്ബോളാണ് കളിക്കാറുള്ളത്. അല്ലാത്തപ്പോഴെല്ലാം നോർമലായിട്ട് ഓണം കളിക്കും, അത് കളിക്കും. പിന്നെ മഴ പെയ്യും, ചെളി കളിക്കും, ഭയങ്കര പാടാണ്. നമ്മുടെ നോർമൽ ഗ്രൗണ്ട് ഇവിടുന്നൊരു 2-3 ടീനത്തോടിയല്ലേ നീങ്ങത്തുള്ളൂ. യുവതാര ക്ലബ്ബാണ് ഇവരുടെ ആവേശത്തിന് കരുത്തു പകരുന്നത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന പോലെ പ്രദേശത്തെ ചെറുപ്പക്കാരോടൊപ്പം എല്ലാ ആഘോഷങ്ങൾക്കും യുവതാര ക്ലബ്ബുണ്ട്. യുവതാരയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഏത് ആഘോഷങ്ങളാണെങ്കിലും ആനന്ദകരമാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തുകൂടുന്നു എന്നുള്ളതാണ് യുവതാരയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് എല്ലാ വർഷവും ഞങ്ങൾ ഓണാഘോഷത്തോടനുബന്ധിച്ച് കുട്ടികൾ അവരുടെ അവധിക്കാലത്തും ഇതുപോലെ ഈ കണ്ടത്തിൽ ഇത്തരം മഡ്ബോൾ മത്സരം കളികൾ നടത്താറുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവിടെ അവർക്ക് കളിക്കുവാൻ മറ്റ് കോർട്ടുകളോ കാര്യങ്ങളോ ഇല്ല. വെക്കേഷനിൽ മാത്രമാണ് അവർക്ക് ഈ കളിക്കുവാനൊരു സൗകര്യം. അപ്പോൾ ഈ പ്രാവശ്യം ഈ മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും ഉപയോഗം യുവാക്കളിൽ കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് അതിനെതിരെ ഉള്ള ഒരു പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മത്സരം നടത്താം എന്ന് കരുതി അവർ നേരെ മത്സരിച്ചപ്പോൾ ജില്ലാ കളക്ടർ ഇൻസ്റ്റാഗ്രാമിൽ ഇത് കാണുകയും അദ്ദേഹം ഈ കളിയിൽ പങ്കെടുക്കണമെന്ന് താല്പര്യപ്പെടുകയും ചെയ്തു. ഞങ്ങളുടെ പിള്ളേർ മിടുക്കരാണ്. പിന്നെ പിള്ളേരുടെ എല്ലാ പരിപാടികളും ഓണത്തിന് നടത്തുന്നത് കണ്ടു. വാശിയേറിയ പരിപാടിയായിട്ട് എല്ലാവരും കളിക്കുന്നത് പോലെ കളിക്കുന്നുണ്ട്. ഒന്നാം സമ്മാനം 5001 രൂപയും രണ്ടാം സമ്മാനം 2500 രൂപയും. പക്ഷേ വീറും വാശിയും വേൾഡ് കപ്പിനോളമുണ്ട്. വേനലവധി എത്തിയതോടെ പാടശേഖരങ്ങളെല്ലാം കളിക്കളമായി മാറിയിരിക്കുകയാണ്. വലിയ ആവേശമാണ് മഡ് ഫുട്ബോളിന് ഇവിടെയുള്ളത്. ക്യാമറാമാൻ അഫ്സൽ രാജിനോടൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം, പത്തനംതിട്ട.